ഞങ്ങളുടെ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റാ. മാത്രമല്ല ഞങ്ങളുടെ ഒക്കെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാ. ഹി ഈസ് നോട്ട് എ ക്രിമിനൽ. അയ്യോ മുത്തച്ഛൻ എന്തായി പറയുന്നേ? രമേശ് എവിടെയാന്ന് ഞങ്ങൾക്കറിയില്ല. പോലീസ് വന്നപ്പോ കോളേജിൽ നിന്ന് മിസ്സിംഗ് ആയതാ. പേടിച്ചിട്ട് എവിടെയെങ്കിലും ഹൈഡ് ചെയ്തതായിരിക്കും. പ്രശ്നം ഒന്ന് കോംപ്രമൈസ് ആയ അയാള് പുറത്തു വരുമെന്ന ഞങ്ങളുടെ വിശ്വാസം. മാത്രമല്ല പോലീസുകാരുടെ കൈ കിട്ടിയ അയാളുടെ പൊടി പോലും വെച്ചേക്കില്ല മുത്തശ്ശ. ശരി ശരി, താങ്ക് യു മുത്തശ്ശ. എന്തായി? നടേശൻ അങ്കിളുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ തിരിച്ചു വിളിക്കാമെന്ന മുത്തശ്ശൻ പറഞ്ഞത്. ആ വേഷം മാറുണ്ടായിരുന്നു. വിഗും വെച്ച് വേഷം കെട്ടി എത്ര നേരം വെച്ചണ്ടാ? തലയും ദേഹമൊക്കെ ചൊറിയുന്നു. പെൺവേഷത്തിലായിരുന്നെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് വന്നാ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. വാതിൽ കുത്തിയിട്ടിട്ടില്ല. വേഗം ചെന്ന് കുത്തിയിടും. എന്താ രണ്ടുപേരുടെ മുഖത്തൊരു പരിഭ്രമം? അങ്ങനൊന്നുമില്ല മാഡം, ഞങ്ങള് രണ്ടുപേരും സീരിയസ് ആയിട്ട് ഒരു മാറ്റർ സംസാരിക്കായിരുന്നു. അല്ല, ഇനി ആ ഇടിയാൻ കർത്താ പറഞ്ഞ പോലെ ആ ചെറുക്കനെ ഞാൻ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഞങ്ങളോ? മാഡത്തിന് ഞങ്ങളെ വിശ്വാസമല്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ കാര്യല്ലേ. അപ്പൊ മാഡത്തിന് ഞങ്ങളെ സംശയമുണ്ട്. എങ്കിൽ മാഡം ഞങ്ങളുടെ റൂം എല്ലാം ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തേ പറ്റൂ. വേണ്ട വേണ്ട, ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ മേരി പയസിന്റെ കണ്ണു വെട്ടിച്ച് ഒരു പൂച്ച കുഞ്ഞിനെ പോലും ഈ ഹോസ്റ്റലിനകത്ത് ഒളിപ്പിച്ചു വെക്കാൻ ധൈര്യമുള്ള ഒറ്റ അവളുമാരും ഇന്നോളം ജനിച്ചിട്ടില്ല. ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. അത് ശരിയാ. ആ, നിങ്ങളോട് പറയാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ മാഡം? ആ രമേശിന്റെ വീടിന് നേരെ നടേശ മിനിസ്റ്റർ പാർട്ടിക്കാര് കല്ലെറിയുകയും അവന്റെ അമ്മയെ കുറെ ചീത്ത വിളിക്കുകയും ചെയ്തു അത്രേ. അവരെ ഇപ്പൊ BP കൂടി സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. മാഡം ഇതെങ്ങനെ അറിഞ്ഞു? TV ന്യൂസിൽ പറഞ്ഞതാ. ഓർത്താ വലിയ കഷ്ടം അവരുടെ കാര്യം. പ്രസാദ് കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാ എന്തൊരു വലിയ കമ്പനിയായിരുന്നു. ബെൻസ് കാറും കൊട്ടാരം പോലത്തെ വീടും ഒക്കെ ഉണ്ടായിരുന്നവരാ. പക്ഷെ ആരും അങ്ങനെ ബിസിനസ്സിൽ ചതിച്ചു. അവസാനം കടം കയറി കേസും ജപ്തിയൊക്കെ ആയപ്പോ പാവം സൂയിസൈഡ് ചെയ്തു. ഏതായാലും ആ TV ന്യൂസ് കേട്ടത് പിന്നെ ആകെ ടെൻഷനായി. ഇന്നിനിപ്പോ കിടന്നുറങ്ങാൻ പറ്റും തോന്നില്ല. നിങ്ങൾ കിടന്നോ? മാതാവേ, ഇന്നിനി 2 സ്മോൾ അടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റില്ല. എനിക്ക് എന്റെ അമ്മ ഉടനെ കാണണം. ദയവേദി നിങ്ങൾ എന്നെ സഹായിക്കണം. മുത്തച്ഛൻ ആ മിനിസ്റ്ററുമായി സംസാരിച്ചിട്ട് ഉടനെ തിരിച്ചു വിളിക്കാമെന്ന് എന്നോട് പറഞ്ഞത്. എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് നമുക്ക് പോകാം. ശരിയാ, ഇപ്പൊ സിറ്റിയിലേക്ക് ഇറങ്ങുന്ന റിസ്ക്. എന്നെ പോലീസ് പിടിച്ചോട്ടെ, പക്ഷെ എനിക്ക് എന്റെ അമ്മയെ കണ്ടേ പറ്റൂ. രമേശ്, ഡോണ്ട് ബി സിലി. പോലീസിന്റെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിയാലുള്ള അവസ്ഥ അറിയാലോ. എന്തായി മുത്തശ്ശ? ഹേയ്, ഒരു രക്ഷയില്ല മോളൂ. അവൻ അവന്റെ ബംഗ്ലാവിൽ ഒഴിച്ചിലും പിടിച്ചിലുമായിട്ടൊക്കെ ഇരിക്കുക. ആ ചെക്കനെ കയ്യിൽ കിട്ടിയാൽ ഒന്നുകിൽ പോലീസുകാർ കൊല്ലും, അല്ലെങ്കിൽ പാർട്ടിക്കാർ കൊല്ലും എന്ന അവസ്ഥയാ. മുത്തശ്ശൻ പറഞ്ഞ നടീശനങ്ങൾ കേക്കില്ലേ? ഇല്ല, ഒരു കോംപ്രമൈസിനും അവൻ വഴങ്ങുന്നില്ല. അവനെ സ്റ്റേജിലിട്ട് ഫുട്ബോൾ പോലെ തട്ടുന്ന TV-ക്കാരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് കണ്ടിട്ടാ പാർട്ടിക്കാർ ഇളകുന്നത്. ആ, കൊണ്ടുവന്ന ഞാനാണെങ്കിലും അവനിപ്പം മറ്റവന്മാരുടെ കൂട്ടുകക്ഷിയല്ലേ. 15 വർഷം മുഖ്യമന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോളൂ. മുത്തശ്ശൻ ഇപ്പൊ അധികാരത്തിലല്ലല്ലോ. ആ, പിന്നെ മോളിക്കാര്യത്തിൽ വേണ്ടാത്ത റിസ്ക് ഒന്നും എടുക്കണ്ട കേട്ടോ. എന്തു പറഞ്ഞു മുത്തശ്ശൻ? നോ സ്കോപ്പ്. സാരില്ല, നമുക്ക് നേരിട്ടൊന്ന് പോയി സംസാരിക്കാം. മുത്തശ്ശനോടോ? നോ നോ, മിനിസ്റ്ററോട്. നമ്മൾ ഒറ്റ കയ്യിലെടുത്ത് പോവാനോ? എന്തായാലും പിടിച്ച് തിന്നോ? നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഏതായാലും ഈ പ്രശ്നം തീരാതെ രമേശ് ഇവിടുന്ന് വെളിയിലിറങ്ങിയ ശവം പോലെ അവന്മാര് തിരിച്ചു തരില്ല. മാത്രമല്ല, നമുക്ക് എത്ര സമയം രമേശിനെ ഇവിടെ ഒളിപ്പിക്കാൻ പറ്റും? എന്നാലും നീ എന്തേ പറയുന്നേ? ഈ സമയത്ത് പോയി മിനിസ്റ്ററെ കാണുമെന്ന് പറഞ്ഞു. ഗൾഫ് കുഞ്ഞ് അധികം തലപോയിക്കണ്ട. നടേശൻ അങ്ങളെ ഞാൻ ചെറുപ്പം മുതലേ അറിയുന്നതാ. അതുകൊണ്ടാ ഒന്ന് ശ്രമിക്കാന്ന് പറഞ്ഞത്. അതിനിപ്പോ അയാൾ എവിടെന്ന് വെച്ചാ? അയാള് മന്ത്രിമന്ദിരത്തിൽ ഒഴിച്ചിലും തിരുമലായിട്ടൊക്കെ ഇരിക്കല്ലേ. അത്രയ്ക്ക് ജോറായിട്ടല്ലേ ഇയാളെ കൊടുത്തത്. ദേ, രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോയി ട്രൈ ചെയ്യാം. ഈ ഒറ്റ രാത്രി കൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീർക്കാനാ. വെളിയിന്ന് പൂട്ടി താക്കോല് വാതിലിന്റെ മുകളിൽ വെച്ചേക്കാം. ഞങ്ങൾ വരുന്നത് വരെ അകത്തൊന്നും ഒരു ശബ്ദം പോലും ഉണ്ടാക്കരുത്. ജൂലി, നീ വേഗം റെഡിയാവും.
പേടിക്കാനൊന്നുമില്ല. തൽക്കാലം വേറെ ഒന്നും ആലോചിക്കണ്ട, റിലാക്സ് ചെയ്യൂ. പറഞ്ഞത് കേട്ടില്ലേ, മനസ്സിന് വിഷമം കൊടുക്കാതിരുന്നാ മതി. എന്ത് വന്നാലും നമ്മൾ സഹിച്ചല്ലേ പറ്റുള്ളൂ. പടച്ചോ നമ്മളങ്ങനെ കൈവിടൂല. റസ്യ, വല്ല സീത എന്നാ പാർവതി എന്നൊക്കെ ഇടാത്തത്? പേരിട്ടത് ഞങ്ങളല്ലല്ലോ. ഈ ചിക്കനും ചപ്പാത്തിയും വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടു കൊടുത്തോളാം. വേണ്ട വേണ്ട, എന്റെ പണികൾ നിങ്ങൾ ചെയ്യണെന്തിന്? ഞങ്ങൾക്ക് മിനിസ്റ്ററോട് രഹസ്യമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. തന്നെ തന്നെ മനസ്സിലായി. എന്നാ കൊണ്ട് കൊടു. സാറിന്റെ വായി എന്നെ പള്ളി കേൾപ്പിക്കില്ലേ? അതൊക്കെ ഞങ്ങൾ ഏറ്റു. സാറിങ്ങോട്ട് വന്ന് കേറിയ മുട്ടായി ഭരണികൾ പൊട്ടിയ മാതിരി തുരാന്ന് ഓരോന്ന് വന്ന് കേറിക്കൊള്ളും. വാതില് തുറന്നു തന്നെ കിടക്കുന്നത് തള്ളി കേറിക്കൊള്ളി. നടേശൻ സാറിന്റെ തലയെ വരച്ചത് ബാക്കിയുള്ളവന്റെ ഊരെ വരച്ചിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടു പോയേനെ. ഇവന്മാർക്കൊക്കെ കാവലിരിക്കാൻ തന്നെ നമ്മുടെ ഒക്കെ വിധി. ശ്രീപത്മനാഭ, എന്തിനാണിത്? സാറിന് വല്ല കൈപ്പിഴകളും പറ്റിയ? അങ്ങനെ വരാത്തതാണല്ലോ. പെട്രോൾ തീർന്നു പോയി. മാധവി ഇനിയിപ്പോ എന്നാ ചെയ്യും? തള്ളണം. തള്ളാൻ എവിടം വരെ? അടുത്തൊരു പെട്രോൾ ബങ്ക് കാണുന്നത് വരെ ഈ ജോയിന്റെ വിറയിൽ ഇനി മാറിയിട്ടില്ല. വെറുതെ നീ പേടിച്ച് വേണ്ടത് പൊല്ലപ്പൊന്നും ഉണ്ടാക്കണ്ട. നമ്മളവിടെ പോയിട്ടുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നീ ഒന്ന് വായടച്ച് തള്ളുന്നുണ്ടോ? ജൂലി, ഒന്ന് വേഗം തള്ള. അർമുക, ഡേ അർമുക, എവിടെ പോയി തൊലഞ്ഞത്? രണ്ടെണ്ണന്മാര് ലീവ്, പിന്നെ ഒരുത്തരുള്ളത് കുളത്തി മുങ്ങി ആറ്റി തന്നെ പൊങ്ങണത്. അച്ചമ്പി എത്തിയാ? ഇത് എവിടെ പോയി കിടക്കണത്? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് നിന്റെ പണികളും കൂടി ഞാൻ എടുക്കണേ. സോറി രായപ്പണ്ണ, ഒരു ചായ കുടിക്കാൻ പോയതാ. ചായകൾ കുടിക്കാനാ ഗുസ്തി പിടിക്കാനാ? നന്നായിട്ട് വയർ തൊഴുകണുണ്ടല്ലേ? അത് ചൂട് ചായ കുടിച്ചോണ്ടാ. അടുക്കള പണിക്കുന്ന യവനെയൊക്കെ പിടിച്ച് പെട്രോൾ അടിക്കാൻ നേരത്തെ എന്നെ പറഞ്ഞാ മതിയില്ലേ? രമേശോ എവിടെ? ദേ ഓടും. വേഗം പോ. അങ്ങോട്ടാ പോയത്. എവിടെ? കാണുന്നില്ലല്ലോ. കണ്ടാ പീക്രി ആണെങ്കിലും അവൻ കരാട്ടയും ബർമാണിയൊക്കെയാ. ജോസഫെ സൂക്ഷിച്ചു വേണം. എന്ന് തപ്പി എടുക്കണോ അവനെ? വിട്ടോ, വേഗം വിട്ടോ, വേഗം വിട്ടോ. രമേശ്, ഇവിടെ ഇറങ്ങിക്കോ. ഇറങ്ങിയ വഴിയെ തന്നെ തിരിച്ചു കയറി വാ. എന്താ രമേശ്? അല്ല, ഇനി ഇവിടെ നിന്നാ
പിന്നെ ഈ രാത്രി എങ്ങോട്ട് പോകും? പോലീസിന്റെ കൈ ചെന്ന് പെട്ട തൽക്കാലം താൻ കേറി വാ. എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. സൂക്ഷിക്കണം, ആരുടെയും കണ്ണുപെടരുത്. ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ട് എവിടെയായിരുന്നു? നട വരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പണി പോയത്. വേണ്ട, വണ്ടിയൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. സത്യമാണ് ഈ പറഞ്ഞത്? സത്യം. ഞങ്ങൾ ചെന്നപ്പോ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കായിരുന്നു. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നന്നായി. ആ ദുഷ്ടൻ എന്റെ അമ്മയെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അവന് കിട്ടി. അവനത് വേണം. ഞാനൊന്ന് കുളിക്കട്ടെ. തലയാകെ പെരുപെരുക്കുന്നു, മേലാകെ ചുട്ടു പൊള്ളുന്നത് പോലെ. രമേശ് എന്തിനാ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയത്? എങ്ങും പോകരുതെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലേ? അത് മുറിയിലൊറ്റയ്ക്കായപ്പോ എനിക്കെന്തോ വല്ലാത്ത പേടിയായി. അമ്മയെക്കുറിച്ച് ഓർത്തപ്പോ നെഞ്ചു പൊട്ടണ പോലെ തോന്നി. എത്രയും വേഗം ആസ്പത്രിയിലെത്തി അമ്മയെ കാണണമെന്ന് മാത്രമായി മനസ്സിൽ. രണ്ടും കൽപ്പിച്ച് വാതിലിന്റെ മുകളിൽ താക്കോലെടുത്തു. പിന്നെ എങ്ങനെ ആശുപത്രിയിലെത്തിന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ആശുപത്രി കുമാരപുരത്തല്ലേ? പിന്നെ എങ്ങനെ നന്ദൻകോട് റോഡിലെത്തി? അത് ആശുപത്രിയുടെ മുന്നിൽ ചെന്നപ്പോ മൊത്തം പോലീസ്. അവിടെ നിന്ന് കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. പിന്നെ എങ്ങോട്ട് ഓടണമെന്നറിയാതെ കണ്ട വഴി കൂടെയൊക്കെ ഓടി. എന്താ? ആകെ കുഴപ്പായി. ജൂലി, 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 എന്താ? കഥ തുറക്ക. എടി, ഞാൻ സോപ്പ് തേച്ചിരിക്കാം. എടി, താഴെ പോലീസ് വന്നിട്ടുണ്ട്. എന്നാ ഞാൻ മേഡത്തിനോട് പറയാം സാർ. ഓക്കെ. ആരാ? ഞാനാണ് കമ്മീഷണർ കർത്ത. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ പിന്നെയും പിന്നെയും കാണണമെന്നൊരു തോന്നൽ. കർത്ത സർ, ഇടിയും കർത്ത സർ. എന്താ വിളിച്ചത്? എന്നോട് ക്ഷമിക്കണം, പ്രിൻസിപ്പൽ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല. അച്ഛൻ വന്നിട്ട് പോരെ സർ? അച്ഛനെയല്ല, ഇവരെ കാണാനാണ് ഞാൻ വന്നത്. ലേഡീസ് ഹോസ്റ്റലിൽ മദ്യത്തിന്റെ ഗന്ധം. ഞാൻ അച്ഛനെ ഒന്നുകൂടി ഫോൺ ചെയ്തിട്ട് വരാം. വളരെ ബോൾഡായ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഇങ്ങനെ വിറയ്ക്കാനും വേർക്കാനും ഒന്നും പാടില്ലല്ലോ. എന്ത് പറ്റി? രമേശിനെ കുറിച്ച് അറിയാവുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ സാർ. രമേശിനെ കുറിച്ച് അറിയാനല്ല, മിനിസ്റ്റർ നടേശന്റെ മരണത്തെ കുറിച്ച്. ഈശ്വര, നടേശൻ ഞങ്ങൾ മരിച്ചോ? മരിച്ചതല്ല, കൊന്നതാണ്. ആരാണ് സാർ കൊന്നത്? ഞാൻ കണ്ടില്ല. കൊന്നയാൾ എന്നോട്